എല്ലാവർക്കും നമസ്കാരം. ക്യൂബിറ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന SSC GD 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഡിസ്കഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റി എന്ന് പറയുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പോളിറ്റിയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം അടുത്ത ഒരു 2-3 ക്ലാസ്സിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് സമയം കളയണ്ട, നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ അഡോപ്റ്റഡ് ഫ്രം വിച്ച് കൺട്രി? അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് ഭരണഘടനയിൽ നിന്നുമാണ് അഡോപ്റ്റ് ചെയ്തത്? രണ്ടാമത്തെ ചോദ്യം നോക്കാം. സിമിലർ ക്വസ്റ്റൻ ആണ്. ഇന്ത്യ ഹാസ് എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് വിച്ച് ഈസ് എ ഫീച്ചർ ബോറോഡ് ഫ്രം ഡാഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ ചോദ്യങ്ങളൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ ചില അഡോപ്റ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട്, മറ്റുള്ള ഭരണഘടനയിൽ നിന്നും നമ്മൾ എടുത്ത് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അങ്ങനെ ഒന്ന്, നമ്മളൊരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എടുത്ത പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒന്ന്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. നമ്മളൊരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്, നമുക്കറിയാം എല്ലാ 5 വർഷവും പാർലമെന്റിലേക്ക് ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പ്രധാനമായിട്ടും നമ്മൾ അഡോപ്റ്റ് ചെയ്തത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. പിന്നെ അവിടെ ജുഡീഷ്യറി ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ട് കുറേ ജുഡീഷ്യൽ ഫീച്ചേഴ്സ് ലൈക്ക് ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ അവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തത്. പിന്നെ നമുക്കറിയാം അമേരിക്ക ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്, നമ്മുടേതുപോലെ ഒരു പാർലമെന്ററി പ്രൈം മിനിസ്റ്റർ ലെഡ് സിസ്റ്റം അല്ല. അതുകൊണ്ട് പ്രസിഡന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇംപീച്ച്മെന്റ് ഓഫ് ദി പ്രസിഡന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാധനം DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ, സ്റ്റേറ്റ്സിന് കൊടുക്കുന്ന കുറച്ച് ഡയറക്റ്റീവ്സ്. അടുത്തത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അന്നത്തെ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെ നിന്നും അഡോപ്റ്റ് ചെയ്തത് എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെടും. നമുക്കറിയാം ചില പർട്ടിക്കുലർ റൈറ്റ്സ്, അതായത് ആർട്ടിക്കിൾ 20, 21 പോലുള്ള ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് വെച്ച് ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ പ്രൊവിഷൻസ് എടുത്ത് എവിടെ നിന്നാണ്? ജർമ്മനി. USSR, ഇന്നത്തെ റഷ്യയിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും ഉൾക്കൊണ്ടത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നമ്മുടെ മൗലിക കടമകൾ, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തത്? ഓർത്തിരിക്കുക, അന്നത്തെ USSR, ഇന്നത്തെ റഷ്യ. അപ്പോൾ ഉത്തരം D. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യ ഹാസ് എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എവിടെ നിന്നാണ് എടുത്തത്? നമ്മൾ പറഞ്ഞു എവിടെ നിന്നാണ്? നമ്മൾ ആരുടെ കോളനി ആയിരുന്നു? ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അവിടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആയിരുന്നു, നമ്മളും അത് തന്നെ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഉത്തരം ബ്രിട്ടൻ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ A, ബ്രിട്ടൻ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ലോവർ ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് കോൾഡ്. നമുക്കറിയാം പാർലമെന്റിന് 2 ഹൗസുകളുണ്ട്. എന്തൊക്കെയാണ്? ലോക്സഭ, രാജ്യസഭ. എന്താണ് ലോക്സഭ? ഹൗസ് ഓഫ് ദ പീപ്പിൾ. എന്താണ് രാജ്യസഭ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഇത് നമുക്കറിയാം. ഇതിൽ ലോക്സഭയെ ലോവർ ഹൗസ് എന്നും രാജ്യസഭയെ അപ്പർ ഹൗസ് എന്നും നമ്മൾ വിളിക്കും. ഇതേപോലെ ചില സംസ്ഥാനങ്ങൾക്ക്, ചില സ്റ്റേറ്റുകൾക്ക് കേരളം പോലെ ഒരൊറ്റ ഹൗസേ ഉള്ളൂ, ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വിധാൻ സഭ. എന്ത്? വിധാൻ സഭ. എന്നാൽ ചില സ്റ്റേറ്റുകൾക്ക്, ഉദാഹരണം കർണാടക, അല്ലെങ്കിൽ കുറച്ചുകൂടെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, ബീഹാർ, ഈവൻ ആന്ധ്രാപ്രദേശ്, ഈ ഭാഗങ്ങളിലൊക്കെ, അല്ലെങ്കിൽ തെലങ്കാന, ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് സ്റ്റേറ്റിൽ തന്നെ നമ്മുടെ ലോക്സഭ, രാജ്യസഭ പോലെ 2 ലെവലുകളുണ്ട്. ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും, ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാവും. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് നമുക്ക് രാജ്യസഭയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കമ്പയർഡ് ടു ലോക്സഭ, രാജ്യസഭയ്ക്ക് പവേഴ്സ് വളരെ കുറവാണ്. സിമിലർലി കമ്പയർഡ് ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾക്ക് പവർ കുറവാണ്. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ വിളിക്കുന്ന പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? വിധാൻ സഭ. ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുള്ള 5-6 സംസ്ഥാനങ്ങളെ അങ്ങനെ ഉള്ളൂ, അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? വിധാൻ പരിഷത്ത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? The lower house of the state legislature is called lower house, Lok Sabha, house of people, more powerful, Vidhan Sabha. Upper house of the state legislature ആണ് ഉത്തരം എന്താണ്? വിധാൻ പരിഷത്ത്. അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റിലാണ് ഉത്തരം എന്താണ്? രാജ്യസഭ. ലോവർ ഹൗസ് ഓഫ് പാർലമെന്റ് ആണ് ഉത്തരം എന്താണ്? ലോക്സഭ. അപ്പൊ നമ്മുടെ ഉത്തരം വിധാൻ സഭ. ക്ലിയർ അല്ലേ? വിധാൻ സഭ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വോറം ഇൻ എ പാർലമെന്ററി പ്രൊസീജിയർ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ്. പാർലമെന്ററി പ്രൊസീജിയറിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്ന ക്വോറം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേറൊരു ചോദ്യമുണ്ട്. അണ്ടർ ആർട്ടിക്കിൾ 100 ക്ലോസ് 3, ആർട്ടിക്കിൾ 100 ക്ലോസ് 3യിൽ പറയുന്ന the quorum to constitute a sitting of either house of the parliament is dash of the number of
മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പാർലമെന്റ് നമുക്കറിയാം, സപ്പോസ് ലോക്സഭയ്ക്ക് ഇത്ര സ്ട്രെങ്ത് ഉണ്ട്, രാജ്യസഭയ്ക്ക് ഇത്ര സ്ട്രെങ്ത് ഉണ്ട്. നമുക്കറിയാം ലോക്സഭയ്ക്ക് നമ്മൾ പറയുന്നത് 543 ആണെന്ന് ഇരിക്കട്ടെ. 543 മെമ്പേഴ്സിൽ 1-2 പേര് വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് കൂടുക പോസിബിൾ അല്ല. അപ്പോൾ എന്ത് പറഞ്ഞു? ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹൗസിന്റെ ഇത്ര വരുന്ന മെമ്പർഷിപ്പിലെ ഇത്ര ശതമാനം ആൾക്കാർ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു സെഷൻ കൂടാൻ പറ്റുകയുള്ളൂ. ഇത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് ആർട്ടിക്കിളാണ് പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 100 സബ് ക്ലോസ് 3 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് കോറം? ഈ പറയുന്ന മിനിമം നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ മെമ്പേഴ്സ് സോ ദാറ്റ് ദ പാർലമെന്റ് ക്യാൻ ഹാവ് ദ സെഷൻ, അതിനാണ് കോറം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരം എവിടെ വന്നിട്ടുള്ളത്? ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ് അല്ല. 2, മിനിമം നമ്പർ ഓഫ് സ്ട്രെങ്ത് ടു റൺ ദ ബിസിനസ് ഓഫ് ദ ഹൗസ്, അതാണ് നമ്മുടെ ഉത്തരം. 3, ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ അല്ല. 4, ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസന്റ് ഇൻ രാജ്യസഭ അല്ല. കാരണം നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ഒരു ലോജിക്ക് തരുന്നില്ല. മിനിമം നമ്പർ ഈസ് റിക്വയർഡ് ഫോർ എ സെഷൻ. ആ മിനിമം നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോറം. അതാണ് ഒന്നാമത്തെ ചോദ്യം, ദ ഡെഫിനിഷൻ ഓഫ് കോറം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ആർട്ടിക്കിൾ 100 പറഞ്ഞിട്ടുള്ള ഈ കോറം എത്രയാണ്, എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലാണ്? അതിന്റെ ഉത്തരം, ഒരു ഹൗസിന്റെ സ്ട്രെങ്ത് എക്സ് ആണെങ്കിൽ, ഒരു ഹൗസിന്റെ സ്ട്രെങ്ത് എക്സ് ആണെങ്കിൽ അതിന്റെ 1/10 എങ്കിലും ഉണ്ടെങ്കിലേ ആ ഒരു സെഷൻ നടക്കാൻ പറ്റുകയുള്ളൂ. അതിന്റെ 1/10 എങ്കിലും വേണം. അതായത് 545 എന്നാണ് നിങ്ങളുടെ ടോട്ടൽ മെമ്പേഴ്സിന്റെ നമ്പർ എങ്കിൽ 1/10 54.5 55 ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിലേ ആ സെഷൻ നടക്കാൻ പറ്റുകയുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്താണ് ആർട്ടിക്കിൾ 100 എന്ന് ഓർത്തിരിക്കണം. ആർട്ടിക്കിൾ 100 ഡീൽസ് വിത്ത് വോട്ടിംഗ് ഇൻ ഹൗസസ്, പവർ ഓഫ് ഹൗസസ് ടു ആക്ട് നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് വേക്കൻസീസ് ആൻഡ് കോറം. അതായത് ഒരു ഹൗസിലെ വോട്ടിംഗ് എങ്ങനെ നടക്കണം, കോറം എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് എന്ത്? ആർട്ടിക്കിൾ 100. ആ ആർട്ടിക്കിൾ 100ന്റെ സബ് ക്ലോസ് 3 പറയുന്ന കോറം എത്രയാണ്? 1/10 ആണ്, 10/1. അപ്പോൾ ക്ലിയർ ആണല്ലോ. എന്താണ് കോറം എന്ന് മനസ്സിലായല്ലോ, എത്രയാണ് കോറം എന്ന് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which among the following articles of the Indian Constitution relates to the Attorney General of India? ആരാണ് അറ്റോർണി ജനറൽ? അറ്റോർണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ്, നിയമം സംബന്ധിച്ചാണ്. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ കേന്ദ്ര ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എന്താ പറയുക, ഒരു അഡ്വക്കേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. കേന്ദ്ര ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ കേസുകളിൽ വാദിക്കുന്ന വ്യക്തിയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള പൊസിഷനാണ്. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ് നമ്മളോട് ചോദിക്കാം. അദ്ദേഹത്തിന്റെ പേരാണ് വെങ്കട്ടരമണി. അദ്ദേഹത്തിന്റെ പേരാണ് വെങ്കട്ടരമണി. ഈ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ വെരി ഇമ്പോർട്ടൻറ്റ് 76. നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഓരോ ഏരിയയും തിരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ചില ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബോഡീസ് അല്ലെങ്കിൽ ചില പോസ്റ്റുകൾ, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. 2, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 148 പറയുന്ന ക്യാഗ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. പിന്നെ ആർട്ടിക്കിൾ 279A എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. എന്താണത് ചോദിക്കാം, കാരണം ഈ വളരെ അടുത്ത് ഫോം ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് GST കൗൺസിൽ. പിന്നെ ആർട്ടിക്കിൾ 243Z എന്താണ്, ആർട്ടിക്കിൾ 243A എന്താണ്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ടുവേർഡ്സ് പഞ്ചായത്ത് രാജിലേക്കാണ് പോകുന്നത്. ആർട്ടിക്കിൾ 243I കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ടു റിവ്യൂ ഫിനാൻഷ്യൽ പൊസിഷൻ. ആർട്ടിക്കിൾ 243Z എന്താണ്, കമ്മിറ്റി ഫോർ മെട്രോപൊളിറ്റൻ പ്ലാനിങ്. അപ്പോൾ ഇതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് കേട്ടോ. അടുത്തത് ഇതേ ചോദ്യത്തിന് തന്നെ അവർ തിരിച്ചു ചോദിച്ചേക്കണം മറ്റൊരു ഷിഫ്റ്റിൽ. എന്താ ചോദിച്ചുള്ളൂ? ആർട്ടിക്കിൾ 76 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത്. നേരത്തെ ചോദിച്ചത് അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, അത് തന്നെ മറ്റൊരു ഷിഫ്റ്റ് മാറ്റി ചോദിച്ചു. ആർട്ടിക്കിൾ 76 ഡീൽസ് വിത്ത്. ഉത്തരം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. പിന്നെ നമുക്കറിയാം എന്താ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, ഗവർണർ ഓഫ് ഇന്ത്യ, ഇവരെ പറ്റിയൊക്കെ പറയുന്ന ചില ആർട്ടിക്കിളുകളുണ്ട്. ഉദാഹരണത്തിന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ്. നമുക്കറിയാം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നമുക്ക് കേന്ദ്രത്തിൽ പ്രൈം മിനിസ്റ്റർ പ്ലസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സംസ്ഥാനങ്ങളിൽ ചീഫ് മിനിസ്റ്റർ പ്ലസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. കേന്ദ്രത്തിൽ ആർട്ടിക്കിൾ 74 75, ആർട്ടിക്കിൾ 74 and 75 ഡീൽസ് വിത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അറ്റ് സെന്റർ, കേന്ദ്രത്തിൽ. നേരെ മാറി വരുമ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അറ്റ് സ്റ്റേറ്റ്സ്, അതിനെ ഡീൽ ചെയ്യുന്നത് ആർട്ടിക്കിൾ 163 and 164 ആണ്. ആർട്ടിക്കിൾ 163 and 164 ആണ്. ഇത് ഓർത്തിരിക്കാൻ ഒരു മാർഗമുണ്ട്. ചില കേസുകളിൽ ഈ സെന്ററിൽ നടക്കുന്ന കാര്യങ്ങളിൽ പറയുന്ന ആർട്ടിക്കിൾ നമ്പർ X ആണെന്നിരിക്കട്ടെ, ഓക്കെ, അതേ കറസ്പോണ്ടിങ് കാര്യങ്ങൾ സ്റ്റേറ്റിൽ പറയുന്ന ആർട്ടിക്കിൾ കിട്ടാൻ യു ഹാവ് ടു ആഡ് 89. എക്സിൻ്റെ കൂടെ 89 കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് ഇവിടെ ട്രൈ ചെയ്യാം. ചില കേസുകളിൽ അത് വർക്കാവും, എല്ലാ കേസിലും വർക്കാവുന്നല്ല.
ആർട്ടിക്കിൾ 74 പ്ലസ് 89 വരുമ്പോൾ എത്രയാണ്? കറക്റ്റ് 163. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനം പറയുന്നതാണ് ആർട്ടിക്കിൾ 75 പ്ലസ് 89 വരുമ്പോൾ എത്രയാണ്? 164. അപ്പോൾ അത് വർക്കാവും. 2 ഗവർണർ ഓഫ് ഇന്ത്യ. ഗവർണറിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ 153 മുതൽ 162 വരെയാണ്. അതിൽ 153 സിമ്പിളായിട്ട് പറയും ദർ ഷാൽ ബി എ ഗവർണർ ഫോർ ഈച്ച് സ്റ്റേറ്റ്, അല്ലെങ്കിൽ പേഴ്സൺ ക്യാൻ ബി ദ ഗവർണർ ഫോർ മോർ ദാൻ വൺ സ്റ്റേറ്റ്. ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിലധികം സ്റ്റേറ്റുകളുടെ ഗവർണർ ആവാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ 153 പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് 162 വരെ പൊസിഷൻ ഓഫ് ഗവർണർ പല പല ആസ്പെക്റ്റുകൾ, പല പല ഡയമെൻഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള വ്യക്തികളുടെ എല്ലാ റിലേറ്റഡ് ആർട്ടിക്കിൾസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? നമുക്കറിയാം, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട കാര്യം അത് ഭരണഘടനയുടെ ഒറിജിനൽ ഭാഗമായിരുന്നില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭരണഘടനയുടെ ഒറിജിനൽ ഭാഗമായിരുന്നു. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന്റെ 3ാമത്തെ പാർട്ടിൽ വരുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ 4ാമത്തെ പാർട്ടിൽ വരുന്നതാണ് ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് 4ാമത്തെ പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4A, ഈ എ എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ് വാസ് നോട്ട് പാർട്ട് ഓഫ് ദി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയുടെ ഒറിജിനൽ ഭരണഘടനയുടെ ഭാഗമായിരുന്നില്ല, കാലക്രമേണ ആഡ് ചെയ്യപ്പെട്ടവരാണ്. അങ്ങനെ പാർട്ട് 4A ആഡ് ചെയ്ത സാധനമാണ് ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ ഭരണഘടനയെ അമെൻഡ് ചെയ്യണമല്ലേ? ഏതാണ് അമെൻമെന്റ്? 2 പ്രധാനപ്പെട്ട അമെൻമെന്റ് ഉണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി. അതിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. ഈ 42ാമത്തെ അമെൻമെന്റ് ഇന്ദിരാഗാന്ധി നാഷണൽ എമർജൻസി കാലഘട്ടത്തിൽ 1970s നടത്തിയ അമെൻമെന്റ് ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഭരണഘടനയിലെ കുറേ കാര്യങ്ങൾ അമെൻഡ് ചെയ്തുകൊണ്ട് ഈ 42nd അമെൻമെന്റ് ആക്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. കാരണം എന്താണ്? ഒരുപാട് മേഖലകളിൽ അമെൻമെന്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് യൂഷ്വലി ചോദിക്കുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്നാണ്. ഈ ലിസ്റ്റ് മുഴുവൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഇതിൽ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് A to J വരെ, അതെ A to J വരെ ആഡ് ചെയ്തത് 42ാമത്തെ അമെൻമെന്റിലാണെന്ന് നമ്മൾ പറഞ്ഞു. 1976. 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ സംബന്ധിച്ച ഫണ്ടമെന്റൽ ഡ്യൂട്ടി, അത് ഈ 42ാമത്തെ അല്ല വന്നേ, 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2002 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് വന്ന അമെൻമെന്റ് ആണ് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട്. അതിലാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർത്തിരിക്കണം 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെ അമെൻമെന്റ്സ് ആണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു, ഓർത്തിരിക്കുക. ചോദിച്ച ചോദ്യം, വാട്ട് ഡസ് സബ്സെക്ഷൻ G ഓഫ് ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡീൽ വിത്ത്? ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നിങ്ങൾ ഒരു തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഇരിക്കും, പക്ഷെ അതേ ഓർഡറിൽ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സബ്സെക്ഷൻ ജിയിൽ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഏതാണ്? ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിംഗ് ക്രിയേച്ചേഴ്സ്. എന്താണ് ഉത്തരം? ഓപ്ഷൻ ബി, പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെന്റ്. അപ്പോൾ അതേ ഓർഡറിൽ ഓർത്തിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, പക്ഷേ നമുക്ക് ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരുന്നാലേ മതിയാവൂ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദം ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി? ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലാത്തത്? എല്ലാം ഫണ്ടമെന്റൽ ഡ്യൂട്ടി അറിയാവുന്ന നിങ്ങൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ചെറിഷിംഗ് ദ ഐഡിയാസ് ഓഫ് നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ബിയിൽ വായിക്കുക, ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പയർഡ് നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ. അത് നമ്മുടെ നാഷണൽ മൂവ്മെന്റ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതിനെ ഇൻസ്പയർ ചെയ്ത വാല്യൂസിനെ റെസ്പെക്ട് ചെയ്യുക, അതിനെ ചെറിഷ് ചെയ്യുക ഉണ്ട്. 2, റെസ്പെക്ടിങ് ദ നാഷണൽ ആന്തം അല്ലെങ്കിൽ നാഷണൽ ഫ്ലാഗ്, ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യുക എന്നത് ഏറ്റവും ആദ്യത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. അവസാനത്തത്, ഡ്യൂട്ടി ടു കാസ്റ്റ് യുവർ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. റൈറ്റ് ടു വോട്ട് ഈസ് എ റൈറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഡ്യൂട്ടി. ഡ്യൂട്ടി ടു വോട്ട് എന്നുള്ളത് അധികം പറയാത്തൊരു കാര്യമാണ്. നമ്മൾ പലരും പറയും എന്താണ്, നിങ്ങൾ വോട്ട് ചെയ്തേ മതിയാവും, നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഭരണഘടനയിൽ എന്ത് പറഞ്ഞിട്ടില്ല, അത് പ്രതിപാദിച്ചിട്ടില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം. എന്ത്? ഓപ്ഷൻ ഡി, റൈറ്റ് ടു വോട്ട്. ഇറ്റ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
നമ്മൾ ഓൾറെഡി പറഞ്ഞതിൽ നിന്ന് കിട്ടും. ദ ടൈം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് യൂസ്ഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് അമെൻമെന്റ്സ്. ഏത് അമെൻമെന്റിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, നാഷണൽ എമർജൻസി സമയത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു അമെൻമെന്റ് ആണ്, 1976 കൊണ്ടുവന്ന ഒരു അമെൻമെന്റ് ആണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഒരു ചെറിയ അമെൻമെന്റ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, ഒരുപാട് ആർട്ടിക്കിളുകൾ അമെൻഡ് ചെയ്തു. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. തന്നിട്ടുള്ള മറ്റ് അമെൻമെന്റ്സ് പ്രധാനപ്പെട്ടത് 38th 40th അത്ര പ്രധാനപ്പെട്ടതല്ല. 38th 1975 അതും ആരുടെ സമയത്താണ്? ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. എൻഹാൻസസ് ദ പവേഴ്സ് ഓഫ് പ്രസിഡൻസ് ആൻഡ് ഗവർണേഴ്സ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു സെൻട്രലൈസേഷൻ, ഒരു അധികാര കേന്ദ്രീകരണം അവിടെ നടക്കുന്നുണ്ട്. പ്രസിഡന്റിന്റെയും ഗവർണറുടെയും ഓർഡിനൻസ് പാസ്സാക്കാനുള്ള പവർ കൂട്ടുന്ന ഒരു അമെൻമെന്റ് ആണ് 1975 38th അമെൻമെന്റ് ആക്ട്. 40th അമെൻമെന്റ് ആക്ട് 1976 ഷെഡ്യൂൾ 9. ഭരണഘടനയിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട്? നമുക്ക് 12 ഷെഡ്യൂൾ ഉണ്ട്. അതിൽ 9ാമത്തെ ഷെഡ്യൂളിനെ അമെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അമെൻമെന്റ് ആണ് 40ാമത്തെ. അപ്പൊ 42 പോലെ അത്ര പ്രാധാന്യമുള്ള മറ്റൊരു അമെൻമെന്റ് ആണ് 44ാമത്തെ. 1979 ഈ അമെൻമെന്റ് പാസ്സാക്കിയത് നമുക്കറിയാം, നാഷണൽ എമർജൻസി കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ഭരണകൂടം താഴത്തേക്ക് വീണു. പിന്നീട് പ്രൈം മിനിസ്റ്ററായി വന്ന ഇന്ത്യയുടെ ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആണ് ആര്? മൊറാർജി ദേശായി. അപ്പോൾ അവരുടെ ഗവൺമെന്റ് ആദ്യം ചെയ്ത കാര്യം ഈ 42ാമത്തെ അമെൻമെന്റിൽ കൊണ്ടുവന്ന കുറെ കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ കൊണ്ടുവന്ന അമെൻമെന്റ് ആണ് ഇത് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The following duty, a parent or guardian to provide opportunities for education to his child or his ward, was added to the fundamental duties by which of the following constitutional amendments? നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ 11 എണ്ണം ഉണ്ട്. അതിൽ 10 ആഡ് ചെയ്തത് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ്, വർഷം 1976. 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി, വോട്ട് ഈസ് ഇറ്റ്? എന്താണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി? 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന അവരുടെ ഗാർഡിയന്റെ ചുമതല. ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത് ഏത് വർഷമാണ്? 2002. ഏത് അമെൻമെന്റ് ആണ് ഉത്തരം? 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ക്ലിയർ ആണല്ലോ? ഈ 86 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഒരു ആർട്ടിക്കിളൂടെ അമെൻഡ് ചെയ്തു. ഫണ്ടമെന്റൽ റൈറ്റിൽ നമുക്കറിയാം, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21. ഈ ആർട്ടിക്കിൾ 21 അമെൻഡ് ചെയ്ത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങളിത് നോക്കുക, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് വാസ് നോട്ട് പാർട്ട് ഓഫ് ദി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ലേറ്റർ ഒരു അമെൻമെന്റ് വഴി കൊണ്ടുവന്നതാണ്. ആർട്ടിക്കിൾ 21A എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏത് അമെൻമെന്റ് ആണ്? 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. അല്ലെങ്കിൽ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന ഏതാണ്? സെയിം 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ഇന്ത്യ, ഇൻ ദ സ്ഫിയർ ഓഫ് ലോ മേക്കിംഗ്, a bill does not become an act unless it receives the assent of. അതായത് നമുക്കറിയാം, ബില്ല് പാസ്സാക്കിയാണ് നമ്മുടെ പാർലമെന്റിൽ. നമുക്ക് 2 ഹൗസുകളുണ്ട്, രാജ്യസഭ, ലോക്സഭ. ഉദാഹരണത്തിന് ലോക്സഭയിൽ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നിരിക്കട്ടെ. ലോക്സഭയിലുള്ള ആൾക്കാർ മെജോറിറ്റി പ്രകാരം പാസ്സാക്കി. പലതരം മെജോറിറ്റി ഉണ്ട്, അതൊന്നും നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ പോളിറ്റി ക്ലാസ്സുകളിൽ, വരാൻ പോകുന്ന പോളിറ്റി ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് സിമ്പിൾ മെജോറിറ്റി, എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് അസെന്റ് ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലോക്സഭയിൽ അത് പാസ്സാക്കി തൊട്ടടുത്ത ഹൗസിലേക്ക് പോകും രാജ്യസഭ. അവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട്, പല ബില്ലുകളിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പറയുന്നില്ല. രാജ്യസഭയിലും അത് പാസ്സായി കഴിഞ്ഞാൽ ചില കുട്ടികൾ വിചാരിക്കുന്നത് ഒരു ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ആൻ ആക്ട് എന്നാണ്. അത് തെറ്റാണ്. 2ാമത്തെ ഹൗസിലും പാസ്സായതിനു ശേഷം ഇറ്റ് വിൽ ഗോ ടു പ്രസിഡന്റ്. ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് ആരാണ്? ശ്രീമതി ദ്രൗപദി മുർമു. പ്രസിഡന്റിന്റെ അസെന്റ്, പ്രസിഡന്റിന്റെ ഒപ്പ്, സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഇറ്റ് വിൽ ബിക്കം ആൻ ആക്ട്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിൽ ഫോർ എ ബിൽ ടു ബിക്കം ആൻ ആക്ട് ഇറ്റ് നീഡ്സ് ദ അസെന്റ് ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റ് ഇല്ലെങ്കിൽ പ്രസിഡന്റിന് പകരം ആക്ട് ചെയ്യുന്ന വ്യക്തി ആരാണ്? അപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹമായിരിക്കും അസെന്റ് കൊടുക്കുന്നത്, പ്രൈം മിനിസ്റ്റർ അല്ല. കാരണം പ്രൈം മിനിസ്റ്റർ ഈസ് ആരാണ്? പ്രൈം മിനിസ്റ്റർ ഈസ് ആക്ച്വലി എ മെമ്പർ ഓഫ് ദ പാർലമെന്റ്. ഏത് രാജ്യസഭയിൽ നിന്നോ ലോക്സഭയിൽ നിന്നുള്ള ഒരു MP ആണ് പ്രൈം മിനിസ്റ്റർ ആകുന്നത്. റിയൽ സെന്റർ ഓഫ് പവർ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും എല്ലാത്തിലും ഒപ്പിടുന്ന അസെന്റ് ആരാണ്? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അറ്റോർണി ജനറലിന് ഈ വക കാര്യങ്ങളിൽ യാതൊരു ഇടപാടുമില്ല. കാരണം എന്താണ്? ആള് ഒരു
ഒരു ഒരു ഒരു അഡ്വക്കേറ്റിൻ്റെ റോളാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്വക്കേറ്റിൻ്റെ റോളാണ് അറ്റോർണി ജനറൽ ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ? ബിൽ വെദർ ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ബിൽ, അതായത് ഒരു മന്ത്രി ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ പ്രൈവറ്റ് മെമ്പർ ബിൽ, അതായത് മന്ത്രി അല്ലാത്ത വേറെ ഏത് MP ഇൻട്രൊഡ്യൂസ് ചെയ്തായിക്കോട്ടെ, ആ ബില്ല് അവസാനം അതിന് ആക്ട് എന്ന രൂപേണ എത്തണമെങ്കിൽ ഇറ്റ് നീഡ്സ് ദ അസെന്റ് ഓഫ് പ്രസിഡന്റ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ലാംഗ്വേജസ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ? അതായത് ഷെഡ്യൂളിനെ സംബന്ധിച്ചാണ്. അടുത്ത ചോദ്യം നോക്കാം. 7 ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത്. ഇത് രണ്ടും GD ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഷെഡ്യൂളുകൾ അറിഞ്ഞിരിക്കണം. എത്ര ഷെഡ്യൂൾ ഉണ്ട്? 12 ഷെഡ്യൂളുകളുണ്ട്. ആ 12 ഷെഡ്യൂൾ എന്താ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഈ 12 ഷെഡ്യൂളുകളിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഷെഡ്യൂൾ 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. യൂണിയൻ, അതിൻ്റെ ടെറിട്ടറി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതാണ് ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 2 എന്താണ്? സാലറി ഡീറ്റെയിൽസ് ഓഫ് പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കേഴ്സ് എക്സെട്ര എക്സെട്ര, സുപ്രീം കോർട്ട് ജഡ്ജസ് എക്സെട്ര എക്സെട്ര, അതാണ് ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 3 എന്താണ്? ഷെഡ്യൂൾ 3 ഡീൽസ് വിത്ത് ഓത്ത്, പ്രോമിസസ്, അഫർമേഷൻസ്. അതായത് നിങ്ങളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലേക്ക് ഒരു പ്രസിഡന്റ് ആകുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ചില ഓത്ത് ഉണ്ട്, അല്ലെങ്കിൽ ചില അഫർമേഷൻ ഉണ്ട്, അത് ഡീൽ ചെയ്യുന്നതാണ് ഷെഡ്യൂൾ 3. ഷെഡ്യൂൾ 4 ഓരോ സംസ്ഥാനത്തും യൂണിയൻ ടെറിട്ടറിയിലും, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുള്ള ഡൽഹി പോലെയുള്ള, പുതുച്ചേരി പോലെയുള്ള യൂണിയൻ ടെറിട്ടറിയിൽ എത്രത്തോളം രാജ്യസഭാ സീറ്റ് ഷെയർ ചെയ്യണം, അങ്ങനെ രാജ്യസഭാ സീറ്റിന്റെ ഷെയറിംഗ് ആണ് ഷെഡ്യൂൾ 4. ഷെഡ്യൂൾ 5 എന്താണ്? ഡീൽസ് വിത്ത് ഷെഡ്യൂൾഡ് ഏരിയ ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷെഡ്യൂൾഡ് ഏരിയ അല്ലെങ്കിൽ ട്രൈബൽ ഡോമിനേറ്റിംഗ് ഏരിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡീൽ ചെയ്യുന്നതാണ് ഷെഡ്യൂൾ 5. ഷെഡ്യൂൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ 4 സ്റ്റേറ്റുകളിലെ ചില പ്രത്യേക ട്രൈബൽ ഡോമിനേറ്റഡ് ഏരിയാസ് ഉണ്ട്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനാണ്. ആ 4 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ATMM എന്ന് ഓർത്തിരിക്കാം. അസം, ത്രിപുര, മേഘാലയ, മിസോറാം. അസം, ത്രിപുര, മേഘാലയ, മിസോറാം. മണിപ്പൂർ ഇല്ല. ഇപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന മണിപ്പൂർ ഇല്ല. അസം, ത്രിപുര, മേഘാലയ, മിസോറാം. ഷെഡ്യൂൾ 7 എന്തൊക്കെയാണ്? യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലൊരു പവർ ഡിവിഷനാണ് അവിടെ നടത്തുന്നത്. എങ്ങനെ? യൂണിയൻ ലിസ്റ്റ് കേന്ദ്രത്തിന് ഇത്ര കാര്യങ്ങളിൽ നോക്കാം, സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റിന് ഇത്ര കാര്യങ്ങളിൽ നോക്കാം, കൺകറന്റ് ലിസ്റ്റ് രണ്ടുപേർക്കും കൂടെ ചേർന്ന് ഇത്ര കാര്യങ്ങൾ നോക്കാം. അങ്ങനെ പവർ ഷെയർ ചെയ്യുന്ന സാധനമാണ് ഷെഡ്യൂൾ 7. അപ്പോൾ 7th ഷെഡ്യൂൾ ഡീൽസ് വിത്ത് പവേഴ്സ് ഓഫ് പാർലമെന്റ് ആണോ? അല്ല. പഞ്ചായത്തി രാജ് ആണോ? അല്ല. ജുഡീഷ്യറി ഓഫ് ദ സ്റ്റേറ്റ്സ് ആണോ? അല്ല. പിന്നെന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പവർ എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നാണ് 7th ഷെഡ്യൂളിൽ പറയുന്നത്. അടുത്തത് 8th ഷെഡ്യൂൾ ഡീൽസ് വിത്ത് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 8ാമത്തെ ഷെഡ്യൂളിൽ 22 ലാംഗ്വേജുകളെ പറ്റി പറയുന്നുണ്ട്. മലയാളം പോലെ, അല്ലെങ്കിൽ നമ്മുടെ തമിഴ് പോലെ, തെലുങ്ക് പോലെ, കന്നഡ പോലെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ ഭാഷകളുണ്ട്. ആ 22 ലാംഗ്വേജുകളുടെ ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്ന ഷെഡ്യൂൾ ഏതാണ്? ഓപ്ഷൻ എ 8th ഷെഡ്യൂൾ. 9th ഷെഡ്യൂൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ചില നിയമങ്ങളെ ജുഡീഷ്യറി നോക്കരുത് എന്ന് പറഞ്ഞ് ചില പൊളിറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില നിയമങ്ങൾ അവരൊരു ഷെഡ്യൂളിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആ ഷെഡ്യൂളാണ് ഇത് 9ാമത്തെ ഷെഡ്യൂൾ. ഇപ്പോൾ ജാർഖണ്ഡിൽ ഷിബു സോറൻ, ഹേമന്ത് സോറൻ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ, അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചു. എന്താണ്? ഒരു നിയമം 9ാമത്തെ ഷെഡ്യൂളിൽ കൊണ്ടു നോക്കിയ 9ാമത്തെ ഷെഡ്യൂളിൽ വെച്ച് കഴിഞ്ഞാൽ ദ ജുഡീഷ്യറി ഷാൽ നോട്ട് ലുക്ക് ഇൻ ടു ഇറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ജുഡീഷ്യറി ഇടപെടും. അപ്പോൾ ആ ഷെഡ്യൂൾ ഏതാണ്? ഷെഡ്യൂൾ 9. ഷെഡ്യൂൾ 10 ഡിഫെക്ഷൻ. നിങ്ങൾക്കറിയാം ചില MP ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ A പാർട്ടിയിലായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ Bയിലേക്ക് പോകും, പിന്നെ Cയിലേക്ക് പോകും, തിരിച്ച് Aയിലേക്ക് വരും. നിങ്ങളത് കേൾക്കും. ആ ഡിഫെക്ഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ കൊണ്ടുവന്നതാണ് ഏത്? ഷെഡ്യൂൾ 10 ആൻറ്റി ഡിഫെക്ഷൻ. ഓക്കെ. ഷെഡ്യൂൾ 11, 12 പിന്നീട് വന്നതാണ്. ഷെഡ്യൂൾ 11 നമ്മുടെ പഞ്ചായത്തിനെ പറ്റിയും ഷെഡ്യൂൾ 12 മുനിസിപ്പാലിറ്റിയെ പറ്റിയും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക, നോട്ട് എടുക്കുക, 12 ഷെഡ്യൂളും കറസ്പോണ്ടിങ് ഡീറ്റെയിൽസും എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത ചോദ്യം. അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ സുപ്രീം കോർട്ട് ക്യാൻ ഇഷ്യൂ ഡാഷ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് എനി ഓഫ് ദ റൈറ്റ്സ് കൺഫേർഡ് ബൈ പാർട്ട് 3. വാട്ട് ഈസ് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ആ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നൊരു വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ, ആ വ്യക്തി കോടതിയിൽ പോയാൽ ആ മൗലിക അവകാശങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, നടപ്പിലാക്കാൻ വേണ്ടി സുപ്രീം കോടതിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. എന്ത്? ഇറ്റ് ഈസ് കോൾഡ് റിട്സ്, റിട്ട് പെറ്റീഷൻ. അപ്പോൾ എന്താണ് റിട്ട് പെറ്റീഷൻ? സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഈ റിട്ട് പെറ്റീഷനുള്ള പവർ ഉണ്ട്. സുപ്രീം കോടതിയുടെ റിട്ട് പെറ്റീഷൻ ഡീൽ ചെയ്യുന്നത് ആർട്ടിക്കിൾ 32 ആണ്. ഭരണഘടനയിലുള്ള പാർട്ട് 3ക്ക് അകത്ത് തന്നെയുള്ള ആർട്ടിക്കിൾ 32 ആണ്. എന്നാൽ ഹൈക്കോടതിയുടെ റിട്ട് പെറ്റീഷൻ ഡീൽ ചെയ്യുന്നത് ആർട്ടിക്കിൾ 226 ആണ്.
ആർട്ടിക്കിൾ 32 226 തമ്മിൽ കാര്യമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി കാണാം. ഓക്കെ, ഈ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് റിട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർട്ടിയോറാറി ആൻഡ് ക്വോ വാറണ്ടോ. ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹേബിയസ് കോർപ്പസ് നിങ്ങൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ മനുഷ്യപ്രേതം എന്നൊരു സിനിമ നിങ്ങൾ ഈ അടുത്ത് മലയാളത്തിൽ ഇറങ്ങിയത് കണ്ടിട്ടുണ്ടാവും. അതിൽ പറയും ഹേബിയസ് കോർപ്പസ് റിട്ട് ഉപയോഗിച്ച് ബോഡി ക്ലെയിം ചെയ്യുക. ഹേബിയസ് കോർപ്പസ് മീൻസ് ടു ഹാവ് ദ ബോഡി ഓഫ് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഡീറ്റെയിൻ ചെയ്ത് വച്ചിട്ടുള്ള ഒരു വ്യക്തിയെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഫയൽ ചെയ്യുന്ന ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട്. 2, മാൻഡമസ്. മാൻഡമസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വി കമാൻഡ് എന്നാണ്. അതായത് സുപ്രീം കോടതിയിൽ പോയിട്ട് നിങ്ങൾ പരാതി കൊടുക്കുകയാണ്, ഇന്ന പബ്ലിക് ഓഫീസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അയാൾ ചെയ്യേണ്ട ജോലി ചെയ്യുന്നില്ല, നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ റിട്ടിൽ വരുന്ന നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഈ കാര്യം ചെയ്യിപ്പിച്ച് തരിക. അപ്പോൾ അത് ന്യായമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദ സുപ്രീം കോർട്ട് വിൽ ഇഷ്യൂ മാൻഡമസ്. മാൻഡമസ് മീൻസ് വി കമാൻഡ് ദ പബ്ലിക് അതോറിറ്റി ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ്. 3, പ്രൊഹിബിഷൻ. പ്രൊഹിബിറ്റ് ചെയ്യുക, ഫോർബിഡ് ചെയ്യുക. ആരെ പ്രൊഹിബിറ്റ് ചെയ്യുക? ലോവർ കോർട്ടുകളെ അല്ലെങ്കിൽ മറ്റു ട്രിബ്യൂണലുകളെ. ഇപ്പോൾ ചില ട്രിബ്യൂണലുകൾ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പല പല ട്രിബ്യൂണലുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്രിബ്യൂണലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. കുറച്ചൊക്കെ ജുഡീഷ്യൽ പവേഴ്സ് ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസാണ്. അവരുടെ ചില വേർഡിക്റ്റുകൾ, അവർ പറയുന്ന ചില വിധികൾ അവരുടെ പവറിന് വെളിയിലേക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് എന്ത് പറയാം? വി ആർ ഫോർബിഡിങ്, വി ആർ യൂസിങ് പ്രൊഹിബിഷൻ. കാരണം നിങ്ങൾ നിങ്ങളുടെ അധികാര പരിധിക്ക് വെളിയിൽ പോവുകയാണ് എന്ന് പറയാം. അപ്പോൾ ഇത് ലോവർ കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽസിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. 4, സെർട്ടിയോറാറി. സെർട്ടിയോറാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ്. അതിലവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ കോർട്ടിൽ നിന്നുള്ളൊരു കേസിനെ ട്രാൻസ്ഫർ ചെയ്യുക. ഒന്നുകിൽ ലോവർ കോർട്ടിനോട് പറയുകയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ജഡ്ജ്മെന്റ് നള്ളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ കേസ് ഞങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനും പല കാര്യങ്ങളുണ്ടാവും. ഒരു പക്ഷേ അവരെടുത്ത തീരുമാനം തെറ്റാണെന്ന് തോന്നാം, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ സുപ്രീം കോടതിന് ഇടപെടാൻ ആ കേസിന് കുറേ കൂടെ മൂല്യമുണ്ടെന്ന് തോന്നാം, അല്ലെങ്കിൽ ആ കേസ് ലോവർ കോർട്ടിൻ്റെ അധികാര പരിമിതിക്ക് ഉള്ളിലല്ല വരുന്നതെന്ന് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ഉപയോഗിക്കാം എന്ത്? സെർട്ടിയോറാറി. അടുത്തത് ക്വോ വാറണ്ടോ. ക്വോ വാറണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ വാട്ട് വാറണ്ട്, എന്ത് അതോറിറ്റി കാരണമാണെന്നാണ്. അതെന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഒഫീഷ്യൽ ഒരു ഓഫീസിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു, പക്ഷേ അതിലൊരു കംപ്ലൈൻറ്റ് പോയി ആ വ്യക്തിക്ക് ആ ഓഫീസിൽ ഇരിക്കാനുള്ള എലിജിബിലിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ ബൈ വാട്ട് വാറണ്ട്, ബൈ വാട്ട് അതോറിറ്റി യു ആർ സിറ്റിംഗ് ഓൺ ദാറ്റ് സീറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് ഒരു റിട്ട് പാസ്സാക്കാം. അതാണ് ഏത്? ക്വോ വാറണ്ടോ. അപ്പോൾ ഇതാണ് റിട്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ റിട്ട് ബൈ ദ virtue of which the court directs a detained person to be brought before it to examine the legality of his detention. എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബന്ധുക്കൾ കോടതിയിൽ പോയി പരാതി പറഞ്ഞു ഇത് ഇല്ലീഗൽ ഡിറ്റൻഷനാണ്, നിയമപരമായിട്ടല്ല എന്ന്. അപ്പോൾ അതിൻ്റെ നിയമപരമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്നെ കോടതിയിൽ ഹാജരാക്കാൻ പറയാം. ഏതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഉത്തരം എന്താണ്? ഹേബിയസ് കോർപ്പസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും 5 റിട്ടുകൾ ക്ലിയർ ആണല്ലോ. ഇനി ഇതിൽ തെറ്റ് വരുത്തരുത് കേട്ടോ. അടുത്ത ആർട്ടിക്കിൾ. According to which of the following articles of the Constitution of India can the Supreme Court review its own judgments or orders? നിങ്ങളറിയാം സുപ്രീം കോടതിയിൽ പലതരം ബെഞ്ചുകളുണ്ട്. ജഡ്ജിമാരുടെ എണ്ണം വെച്ചിട്ട് ഒരാളിരിക്കുന്നുണ്ടാവും, 3 ആളിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭരണഘടനാ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ 5 അതിൽ കൂടുതൽ 13 പേര് വരെ ഇരുന്നിട്ടുള്ള കേസുണ്ട്. ഈ കേശവാനന്ദ ഭാരതി കേസിൽ ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്നാണ് കേശവാനന്ദ ഭാരതി. അതിൽ 13 ജഡ്ജ് കൂടിയിരുന്നാണ് തീരുമാനമെടുത്തത്. അപ്പോൾ ഒരു സിംഗിൾ ജഡ്ജുള്ള അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ഒരിക്കൽ പറഞ്ഞ ജഡ്ജ്മെന്റ്, ഒരിക്കൽ കൊടുത്ത ഓർഡറിനെ അതിന് റിവ്യൂ ചെയ്യാൻ പറ്റുമോ? അത് ഫൈനലാണോ, ബൈൻഡിങ് ആണോ? അത് ബൈൻഡിങ് ആണ്, പക്ഷെ വേണമെങ്കിൽ അതിനെ റിവ്യൂ ചെയ്ത് വേറൊരു റിവിഷൻ കൊണ്ടുവരാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ 1950s സുപ്രീം കോടതി എടുത്തിരുന്ന ചില സ്റ്റാൻഡുകളിനേക്കാളും നേരെ തിരിഞ്ഞാണ് ഇപ്പോൾ ഈ 21ാം നൂറ്റാണ്ടിൽ സുപ്രീം കോടതി എടുക്കുന്ന ചില സ്റ്റാൻഡുകൾ. കാരണം എന്താണ്? ഇറ്റ് ഈസ് റിവ്യൂയിങ് ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ്. അങ്ങനെ സ്വന്തം ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി, സ്വന്തം ഓർഡർ റിവ്യൂ ചെയ്യാൻ വേണ്ടി സുപ്രീം കോർട്ടിനെ എംപവർ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആ ആർട്ടിക്കിളാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം. നമുക്ക് കാണാം. വാട്ട് ഈസ് ആർട്ടിക്കിൾ 137? ഇറ്റ് എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ്സ്. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ 137. രണ്ടാമത് തന്നിട്ടുള്ളത് ആർട്ടിക്കിൾ 134 ആണ്. എന്താണ് 134? അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഇൻ ക്രിമിനൽ മാറ്റേഴ്സ്. എന്താണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ? എന്താണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ? ചില കേസുകൾ നിങ്ങൾക്ക് സുപ്രീം കോടതിയിലേക്ക് മാത്രമേ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ലോവർ കോടതിയിൽ പോയി, അവിടുന്ന് ഹൈക്കോടതിയിൽ പോയി, അവിടുന്ന് സുപ്രീം കോടതിയിൽ പോകാനുള്ള ഓപ്ഷൻ ഇല്ല. അതിനാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. എന്താണ് അപ്പലേറ്റ്? അപ്പീൽ വഴി പോകുന്നതിനെയാണ് അപ്പലേറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ലോവർ കോർട്ടിൽ പോയി
നിങ്ങൾക്ക് ന്യായം കിട്ടിയില്ല, നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി, ന്യായം കിട്ടിയില്ല, നിങ്ങൾ അവിടെ നിന്ന് സുപ്രീം കോടതിയിൽ പോകുന്ന ത്രൂ അപ്പീൽ പോകുന്നതിനാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അത് ക്രിമിനൽ മാറ്റേഴ്സിലും വരാം, സിവിൽ മാറ്റേഴ്സിലും വരാം. ക്രിമിനൽ മാറ്റേഴ്സിൽ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 134. ആർട്ടിക്കിൾ 120 ഡീൽസ് വിത്ത് ദ ലാംഗ്വേജസ് ടു ബി യൂസ്ഡ് ഇൻ ദ പാർലമെന്റ്. പാർലമെന്റിൽ ഉപയോഗിക്കേണ്ട ഭാഷകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഷ ഉപയോഗിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 120. അടുത്ത ഓപ്ഷനാണ് ആർട്ടിക്കിൾ 148. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ഡീൽസ് വിത്ത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ക്യാഗ്. ഇന്ന് ഇന്ത്യയുടെ ക്യാഗ് ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ ഗിരീഷ് ചന്ദ്ര മുർമു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ശ്രീ ഗിരീഷ് ചന്ദ്ര മുർമു. ഇത് നിങ്ങൾ നോക്കുക, ഇത് സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആയിട്ടുള്ള ഇന്ത്യൻ പോളിറ്റിയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ട് 2018 ഇൻക്രീസ്ഡ് ദ മിനിമം പണിഷ്മെന്റ് ഫോർ റേപ്പ് ഓഫ് വുമൻ ഫ്രം 7 to -years. ആ ഇന്ത്യൻ പീനൽ കോഡിലെ റേപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ, അതിനുള്ള പണിഷ്മെന്റിനെ അമെൻഡ് ചെയ്തുകൊണ്ട് 2018 കേന്ദ്ര ഗവൺമെന്റ് ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് ഒരു ആക്റ്റായി. ആ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊവിഷനാണ് ചോദിച്ചത്. അപ്പോൾ അത്രയും ഇൻഡെപ്ത് ആയിട്ട്, അത്രയും ഫാക്ച്വൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഉത്തരം? 7 വർഷമായിരുന്നു റേപ്പിന് കൊടുക്കുന്ന മിനിമം പണിഷ്മെന്റ് ഇഫ് യു ആർ കൺവിക്റ്റഡ്. അത് എത്രയാക്കി ഉയർത്തി? 10 ആക്കി ഉയർത്തി. ഉത്തരം ഓപ്ഷൻ ഡി, 7 to 10 years. അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് അമെൻമെന്റ് ബിൽ 2021. അതൊരു ആക്ട് ആയിട്ടില്ല, ഇപ്പോഴും ബില്ലായിട്ട് തന്നെ നിൽക്കുകയാണോ, ലാപ്സ് ആയിട്ടുണ്ടോ എന്ന് ക്ലിയർ അല്ല, അത് നോക്കണം. പക്ഷെ അതൊരു ആക്ട് ആയിട്ടില്ല. ഓക്കെ. ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് അമെൻമെന്റ് ബിൽ 2021 proposes to increase the age of girl from 18 to -years. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിലവിൽ ഇന്ത്യയിലെ നിയമപ്രകാരം ഒരു പുരുഷന്റെ കല്യാണപ്രായ വിവാഹപ്രായത്തിലാണ് 21 വയസ്സും ഒരു സ്ത്രീക്ക് 18 വയസ്സുമാണ്. അത് 21 ആക്കണം, സ്ത്രീ പുരുഷ തുല്യത കൊണ്ടുവരണം, ലിംഗനീതി വേണമെന്നൊക്കെ കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു. അതിനുവേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ലാണ് 2021 ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് അമെൻമെന്റ് ബിൽ. പക്ഷെ അതൊരു ആക്ട് ആയിട്ടില്ല. അത് അവർ പ്രൊപ്പോസ് ചെയ്ത് 18 നിന്നും പുരുഷനുള്ളതുപോലെ തന്നെ 21 ഉയർത്തുക എന്നാണ്. അപ്പോൾ പ്രൊപ്പോസ് ചെയ്തെത്രയാണ്? ഓപ്ഷൻ സി, 21. എന്നാൽ നിലവിൽ ഇപ്പോഴും 18 തന്നെയാണ്. കാരണം എന്താണ്? ആ ബില്ല് ആക്ട് ആയിട്ടില്ല. രണ്ടാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ 2018 ക്രിമിനൽ ലോ അമെൻമെന്റ് എന്ന് പറഞ്ഞില്ലേ, ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ ഡെത്ത് സെന്റൻസ് ഫോർ റേപ്പിംഗ് ഗേൾസ് അണ്ടർ ദ ഏജ് ഓഫ് 12. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കൺവിക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതൊക്കെ നമുക്കറിയാം മനസാക്ഷിക്ക് നിരക്കാത്ത കൃത്യമാണ്. അവർക്ക് ഡെത്ത് സെന്റൻസ്, വധശിക്ഷയ്ക്ക് അവരെ വിധിക്കാം. കേട്ടോ? ക്ലിയർ ആണല്ലോ? അവരെ വധശിക്ഷയ്ക്ക് വിധിക്കാം. എന്നാണ് അടുത്ത ചോദ്യം. The bedrock of India's democracy is the rule of law and that means we have to have dash. അതായത് ഇന്ത്യ നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് എന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ ഡെമോക്രസിയുടെ ഫണ്ടമെന്റൽ ബെഡ്റോക്ക് എന്ന് പറയുന്ന സാധനം എന്താണ്? റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. ആരും നിയമത്തിന് മുകളിലല്ല, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ആ സാധനം ഉറപ്പുവരുത്തുന്ന ആളാണ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആവാം, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആവാം, ആൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആവാം, സോവറിറ്റി ഓഫ് ദ പാർലമെന്റ്. ഇതെല്ലാം നിങ്ങൾക്ക് തോന്നും ഓപ്ഷൻ കറക്റ്റ് ആണ്. പക്ഷേ ആ റൂൾ ഓഫ് ലോ, ആ നിയമവാഴ്ച ഉറപ്പുവരുത്തുന്ന ആരാണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടെന്നിരിക്കട്ടെ, ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ട് അതിന് റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ ആർക്കും എന്തും പറയാം. ആർക്കും എന്തും പറയാവുന്ന ഒരു റൂൾ ഓഫ് ലോയിൽ വരുന്ന സാധനമല്ല. അപ്പം നമുക്ക് പതുക്കെ അതങ്ങ് എലിമിനേറ്റ് ചെയ്യാം. 2, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടാലോ? നിങ്ങൾക്ക് നിയമമുണ്ട്, പക്ഷെ നിയമങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ വേറെ മാർഗങ്ങളില്ലെങ്കിൽ ആ എഴുതിപ്പെട്ട നിയമം കൊണ്ട് ഗുണമൊന്നുമില്ല അല്ലേ? അപ്പോൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നല്ല, അത് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് നടക്കും എന്ന് നമുക്കറിയണം. ആൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുന്ന, പൊളിറ്റീഷ്യൻസിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരു ജുഡീഷ്യറി ഉണ്ടെങ്കിൽ, ജുഡീഷ്യറി ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളുടെ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൊട്ടക്ടർ ആരാണ്? ഇന്ത്യൻ ജുഡീഷ്യറി. ഇഫ് ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഫോർ ദാറ്റ് മാറ്റർ നമ്മൾ വിശ്വസിക്കുന്നത് ദ ലീസ്റ്റ് കറപ്റ്റഡ് ബോഡിയാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എന്നാണ്. നമുക്ക് ആ വിശ്വാസം കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ യു ക്യാൻ എൻഷുർ റൂൾ ഓഫ് ലോ അല്ലേ? സോവറിറ്റി ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് കാര്യമില്ല, അത് പാസ് ചെയ്യുന്ന നിയമം പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ റൂൾ ഓഫ് ലോ ഉണ്ടാകില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ ഉത്തരം? ആൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ഫ്രം ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് പാർലമെന്ററി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ?
പ്രധാനമായും ലോകത്ത് ഒരു ഡെമോക്രസിയിൽ രണ്ട് തരം ഗവൺമെന്റുകളാണുള്ളത്. ഒന്ന് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റും ഒന്ന് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റും. ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന് നമുക്ക് UK യുണൈറ്റഡ് കിങ്ഡം സിസ്റ്റം എടുക്കാം. ഇന്ത്യ ഓൾസോ എ കൈൻഡ് ഓഫ് എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, പ്രോപ്പർ ഫോമിലല്ല. ഓക്കെ, പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രോപ്പർ ഫോമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കൻ സിസ്റ്റം. അപ്പോൾ അവർക്ക് ചില സാലിയൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പാർലമെന്റിൽ നിന്നും പ്രധാനമന്ത്രിയാകുന്ന ആരാണ്? റൂളിംഗ് പാർട്ടിയാണ്. എങ്ങനെയാണ് നമ്മൾ റൂളിംഗ് പാർട്ടി എന്നാണ് വിളിക്കുന്നത്? ഏറ്റവും കൂടുതൽ MP-മാരുള്ളത് പാർലമെന്റിൽ, ലോക്സഭയിൽ അവർക്കായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അലയൻസിനായിരിക്കും. ഇപ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടിക്കാവും, അല്ലെങ്കിൽ അവർ പെടുന്ന അലയൻസ് ആയിട്ടുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA ആവും, അല്ലെങ്കിൽ കോൺഗ്രസിനാവും, അല്ലെങ്കിൽ അവർ പെടുന്ന UPA യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അവർക്കാവും ഏറ്റവും കൂടുതൽ നമ്പർ. അപ്പോൾ മെജോറിറ്റി പാർട്ടി റൂൾ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. 2, ഡിസൊല്യൂഷൻ ഓഫ് ലോവർ ഹൗസ്. ലോക്സഭ കണ്ടിന്യൂസ് ഹൗസ് അല്ല, രാജ്യസഭ നമുക്കറിയാം കണ്ടിന്യൂസ് ഹൗസ് ആണ്. ഓരോ 2 വർഷം കൂടുന്നവരും 1/3 മെമ്പേഴ്സ് ഇങ്ങനെ കട്ടായി കൊണ്ടിരിക്കും എന്നല്ലാതെ രാജ്യസഭ ഒരിക്കലും അതിൻ്റെ ഫംഗ്ഷൻ പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ല. അത് ഇങ്ങനെ ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോക്സഭ അങ്ങനെയല്ല, ഓരോ 5 വർഷം കൂടുന്തോറും ലോക്സഭയുടെ കാലാവധി കഴിയും, പുതിയ ഇലക്ഷൻ വരും. 2024 നമ്മൾ ഇലക്ഷൻ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലില്ലാത്ത ഫീച്ചേഴ്സ് ഏതെന്നാണ്? ഒന്ന്, ഡിസൊല്യൂഷൻ ഓഫ് ലോവർ ഹൗസ്. നമ്മളിപ്പോഴേ പഠിച്ചു ലോവർ ഹൗസ്. വാട്ട് ഈസ് ലോവർ ഹൗസ്? ലോക്സഭ. അതിൻ്റെ ഡിസൊല്യൂഷൻ ഒരു ഫീച്ചറാണ്. 2, ക്ലിയർ ഡിവിഷൻ ഓഫ് പവർ എമംഗ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അത് നമുക്ക് കാണാം, അതിലേക്ക് വരാം. ഓപ്ഷൻ 3, മെജോറിറ്റി പാർട്ടി റൂൾ. നമ്മളിപ്പോൾ പറഞ്ഞോളൂ, ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടിയെ ഭരിക്കുകയുള്ളൂ, അതൊരു ഫീച്ചറാണ്. 4, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം ആർട്ടിക്കിൾ 75 പറയുന്നുണ്ട് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? ദ മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ് ഫോർ ദെയർ ആക്ഷൻസ്. അവരുടെ ആക്ഷൻസിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം? അവർക്കെതിരെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കാം. അത് പാസ്സായാൽ, അവിശ്വാസ പ്രമേയം പാസ്സായാൽ മന്ത്രിസഭ താഴെ വീഴും. നമ്മൾ പലപ്പോഴായിട്ട് സിനിമകളിലും മറ്റും കേട്ടിട്ടുണ്ട് മന്ത്രിസഭ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. കാരണം മന്ത്രിസഭയിൽ വിശ്വാസമില്ല. ആ വിശ്വാസം വേണമെങ്കിൽ അവർ റെസ്പോൺസിബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. അപ്പം നമുക്ക് ഉത്തരം B ആണെന്ന് മനസ്സിലായി. എന്താണ് B പറയുന്നത്? ക്ലിയർ ഡിവിഷൻ ഓഫ് പവർ എമംഗ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഈ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറയുന്ന നമ്മുടെ ഡെമോക്രസിയുടെ 3 പില്ലറുകളെ പ്രോപ്പറായിട്ട് മാറ്റി നിർത്തുന്നത് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലാണ്, പാർലമെന്ററി സിസ്റ്റത്തിലല്ല. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, ലെജിസ്ലേച്ചർ എന്താണ്? പാർലമെന്റ് ആണ്. ആ പാർലമെന്റിലെ ചില MP-മാരാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് എന്താണ്? മിനിസ്റ്റേഴ്സ് ആകുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഫീച്ചർ എന്താണ്? ദ ഇന്റർലിങ്ക് ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്സ്. ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയും, ജുഡീഷ്യറിയുടെ മാറി കേട്ടോ. പക്ഷേ ഈ ഒരു പ്രോപ്പർ ഡിവിഷൻ ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഫീച്ചർ അല്ല. അതുകൊണ്ട് ഉത്തരം B കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓൺലി ഇന്ത്യൻ സിറ്റിസൺ എബോവ് ദ ഏജ് ഓഫ് ഡാഷ് ഇയേഴ്സ് ആർ എലിജിബിൾ ഫോർ ദ അപ്പോയിൻമെന്റ് ഓഫ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. 2, പ്രസിഡന്റിന്റെ ഏജ് എത്രയാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1, നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പഞ്ചായത്ത് രാജ് ഇലക്ഷനിലേക്ക് വരാം. ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷനിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ആവണമെങ്കിൽ യു ഷുഡ് ബി മിനിമം 21 വയസ്സുള്ളവർക്ക് മാത്രമേ നിങ്ങൾക്ക് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ലോകസഭയിലേക്ക് മത്സരിക്കാൻ പോവുകയാണെന്നിരിക്കട്ടെ, മിനിമം ഏജ് എത്രയാണ്? 25. നിങ്ങൾ രാജ്യസഭയിലേക്ക് പോവുകയാണെന്നിരിക്കട്ടെ, മിനിമം ഏജ് എത്രയാണ്? 30. അപ്പോൾ 21, 25, 30. ഇനി നിങ്ങൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവണോ? നിങ്ങൾക്ക് ഇന്ത്യയുടെ ഗവർണർ ആവണോ? ദ മിനിമം ഏജ് ഷാൽ ബി 35. 2 കേസിലും സെയിം ആണ്. അപ്പോൾ ആദ്യത്തിൽ ഓപ്ഷൻ D, രണ്ടാമത്തതിൽ ഓപ്ഷൻ C. നോക്കുക, ക്വാളിഫിക്കേഷൻ ഫോർ എ പ്രസിഡന്റ്. 1, ഷാൽ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. 2, ഹി ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഷീ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് മിനിമം 35 ഇയേഴ്സ്. മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ, പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് ലോക്സഭയിലെ മെമ്പർ ആയിരിക്കാൻ വേണ്ട ഒരു MP ആവേണ്ട അത്ര ക്വാളിഫിക്കേഷൻസ് വേണം. പക്ഷെ ലോക്സഭയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ 25 വയസ്സാണെന്ന് പറഞ്ഞു. പ്രസിഡന്റിന് എത്രയാണ്? 35 ആണ്. നേരെ ഗവർണറിലേക്ക് വരാം. ഇവിടെ ഗവർണറാണ്. നേരെ ഗവർണറിലേക്ക് വരാം. ഗവർണറിന് എത്രയാണ്? 35 വയസ്സ് മിനിമം വേണം. പക്ഷെ ഇത്രയും ചെറിയ പ്രായത്തിലൊന്നും ഇവർ പ്രസിഡന്റോ ഗവർണറോ ആവുകയൊന്നുമില്ല. ഗവർണറൊക്കെ യൂഷ്വലി കൈൻഡ് ഓഫ് റിട്ടയർമെന്റ് സമയത്ത് കൊടുക്കുന്ന കുറേ പോസ്റ്റുകളാണ് അല്ലേ. നിങ്ങൾ നോക്കിയാൽ നല്ല പ്രായമുള്ളവരാണ്, കുറേ തവണ മന്ത്രിയൊക്കെ ഇരുന്നവരാണ്. പിന്നീട് അവരായിട്ട് എന്തെങ്കിലും ഒരു പൊസിഷൻ കൊടുക്കാനില്ലാതെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഗവർണറിനെ ആക്കുന്നത്. ഒരു മീനിങ് ഫുൾ അപ്പോയിൻമെന്റ് നടക്കുന്നത് വളരെ റെയറാണ്. പ്രസിഡന്റിന്റെ കാര്യത്തിൽ നമുക്കറിയാം
ഏറ്റവും ചെറിയ പ്രസിഡന്റ്, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ പ്രസിഡന്റ് ഇപ്പോൾ ദ്രൗപദി മുർമു ആണെന്നാണ് പറയുന്നത്. അവർ തന്നെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത് അവർക്ക് 62 63 വയസ്സുള്ളപ്പോഴാണ്. അതിനു മുന്നേ ചെറിയ പ്രസിഡന്റ് ആയിരുന്നത് നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. അദ്ദേഹം 64 വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ ഇത്ര ചെറുപ്പത്തിലൊന്നും ഇന്ത്യൻ പ്രസിഡന്റ് ആവുകയില്ല. ക്ലിയർ അല്ലേ? അടുത്തത് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. സിവിൽ സർവീസ് പരീക്ഷകൾ നിങ്ങൾ പലരും ഭാവിയിൽ എഴുതാൻ ചാൻസ് ഉണ്ട്. ആരെ സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത്? UPSC ആണ് നടത്തുന്നത്. UPSCയുടെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അവരുടെ ചെയർപേഴ്സണ് പറയുന്ന കാലാവധി എത്രയാണ്? ദേ ക്യാൻ ബി ദ മെമ്പേഴ്സ് ഫോർ 6 years ഓർ ടിൽ ദ ഏജ് ഓഫ് 65, വിച്ച് എവർ ഈസ് എർലിയർ. നിങ്ങൾക്ക് UPSCയുടെ മെമ്പറായിട്ടോ ചെയർപേഴ്സണായിട്ടോ ഇരിക്കാം. നിങ്ങൾക്ക് 65 വയസ്സ് വരെ ഇരിക്കാം, അല്ലെങ്കിൽ 6 വർഷത്തേക്ക് ഇരിക്കാം. അതിലേതാണോ ആദ്യം വരുന്നത് ആ എമൗണ്ടിൽ അത് തീരും. അതായത് ഈ 6 വർഷം ഇരിക്കുമ്പോഴും നിങ്ങൾ 65 ടച്ച് ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് 6 വർഷം വരെ ഇരിക്കാം. 6 വർഷത്തിന്റെ അവസാനം നിങ്ങൾ പോകാം. 6 വർഷത്തിൽ 3-4 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 3-4 വർഷമാകുമ്പോൾ നിങ്ങൾക്ക് 65 വയസ്സായോ, ടെന്യൂർ കഴിഞ്ഞു. അപ്പോൾ അത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 316. ഓർത്തിരിക്കണം, ആർട്ടിക്കിൾ 315 ഡീൽസ് വിത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻസ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വേണ്ട പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC പോലെ നമ്മളെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC പോലെ ഉള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകളെ മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. ക്ലിയർ ആണല്ലോ? അവരുടെ ഏജിനെ പറ്റി എത്ര സമയം, എത്ര ടെന്യൂർ എന്നൊക്കെ പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 316. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാ ബോഡിയാണ്. ഇനി നമുക്ക് നോക്കാം പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ? ഇല്ല. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരെന്താണ്? നിതി ആയോഗ് എന്നാണ്. 2015 പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് നിതി ആയോഗ്. ഈ ബോഡികളെ, ഓർഗനൈസേഷൻസ് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം: കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആൻഡ് എക്സിക്യൂട്ടീവ് ബോഡി. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള, ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള, ഇന്ന ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അതിന് ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, ഒരു സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു നിയമം, ഒരു ആക്ടിന്റെ പിൻബലത്തിൽ വരുന്ന, ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലാത്ത ബോഡികളാണ്. അതിന് ഉദാഹരണമായിരിക്കുകയാണ് ഇപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ NGT ആക്ട്. അങ്ങനെ കുറേ ബോഡീസ് ഉണ്ട്. ഓക്കെ. മൂന്നാമത്തത് ഈ പ്ലാനിംഗ് കമ്മീഷൻ പോലെ അല്ലെങ്കിൽ നിതി ആയോഗ് പോലെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, ഒരു ആക്ടിന്റെ ബാക്കിങ്ങും ഇല്ല, ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ, പ്രസിഡന്റിന്റെ ഒരു ഓർഡറിന്റെ പിൻബലത്തിൽ നിൽക്കുന്ന എക്സിക്യൂട്ടീവ് ബോഡീസ്, പ്രൈം മിനിസ്റ്ററും മിനിസ്റ്റേഴ്സും റെക്കമെൻഡ് ചെയ്ത് പ്രസിഡന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ബോഡികളാണ് പ്ലാനിംഗ് കമ്മീഷൻ, അതുപോലെ നിതി ആയോഗ്. ആ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത്, പ്ലാനിംഗ് കമ്മീഷൻ എവിടെ നിന്ന് ഇൻസ്പയർ ആണ്? പ്ലാനിംഗ് എന്ന് പറയുന്ന സാധനം തുടങ്ങിയത് USSR ആണ്. നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഡോപ്റ്റ് ചെയ്ത ഇന്നത്തെ റഷ്യ, അന്നത്തെ USSR. പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഏത് വർഷമാണ്? 1950 ദിവസം മാർച്ച് 15. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? നമുക്കറിയാം, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻസിലേക്ക് തെറ്റിക്കേണ്ട കാര്യമില്ല. സുഭാഷ് ചന്ദ്രബോസ് വാസ് നെവർ എ മിനിസ്റ്റർ ഓർ എ പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധി പിന്നീടാണ് വന്നത്. നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും മരണത്തിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി പൊളിറ്റിക്സിലേക്ക് വരുന്നത്. APJ അബ്ദുൽ കലാം വാസ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 1950. അപ്പോൾ പല ഓപ്ഷൻസിനും ലോജിക്കില്ല. ഓപ്ഷൻ എയും സിക്കും ഒന്നും ലോജിക്കില്ല. യു ക്യാൻ ഈസിലി എലിമിനേറ്റ് ദോസ് ഓപ്ഷൻസ്. കേട്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ പ്രൊവൈഡഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നിങ്ങൾക്ക് ഡൗട്ട് 7 അല്ലെങ്കിൽ 6 എന്നായിരിക്കും. നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എത്ര ഉണ്ട്? നിലവിൽ ടിൽ ഡേറ്റ്, ടു ദിസ് ഡേറ്റ് നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ്, ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് വെർ ദെയർ എന്നാണ് ചോദ്യമെങ്കിൽ, ഭരണഘടന അഡോപ്റ്റ് ചെയ്ത സമയത്ത് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണത്? ഒന്ന്, റൈറ്റ് ടു ഇക്വാലിറ്റി, തുല്യത. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ മെൻഷൻ ചെയ്യുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി. 2, റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 മുതൽ 24 വരെ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25 മുതൽ 28 വരെ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് 29, 30. ആർട്ടിക്കിൾ 31, റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇത് നോട്ട് ചെയ്യുക, റൈറ്റ് ടു പ്രോപ്പർട്ടി. ആർട്ടിക്കിൾ 32 നമ്മൾ നേരത്തെ പറഞ്ഞു, റിട്ട് ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അങ്ങനെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ വി ഹാഡ് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്നാൽ പിന്നീട് ഈ 6ാമതായി പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 31
റിമൂവ് ചെയ്തു. എങ്ങനെ? ദ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ഡിലീറ്റഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. 1978 വന്ന മൊറാർജി ദേശായിയുടെ സമയത്ത് വന്ന 44ാമത്തെ ഭരണഘടനാ ഭേദഗതി റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള ഭരണഘടന എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടമെന്റൽ റൈറ്റിനെ മാറ്റി അതിനെ ജസ്റ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി. ഇന്ന് ആർട്ടിക്കിൾ 300A 300A വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് മാത്രമാണ് ഏത്? റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇറ്റ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പൊ നിലവിലുള്ളത് എത്രയാണ് ഉത്തരം? ഓപ്ഷൻ D6. അടുത്തത്, വാട്ട് ഡസ് പാർട്ട് 4A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത്? ആദ്യത്തെ ഒരു 10-15 പാട്ടുകളെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. പറ്റില്ലെങ്കിൽ ആദ്യത്തെ 10 പാട്ടുകളെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. പാർട്ട് 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? പാർട്ട് 2 എന്താണ്? 3 എന്താണ്? 4 എന്താണ്? 4A എന്താണ്? ഓക്കെ, പാർട്ട് 1 ഇന്ത്യസ് യൂണിയൻ ആൻഡ് ടെറിട്ടറീസ്, അതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യത്തെ പാർട്ട്. ഇന്ത്യൻ ഭരണഘടന നിങ്ങളെടുത്ത് വായിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിളുകൾ മാത്രം മെൻഷൻ ചെയ്യും. അതിലെഴുതും പാർട്ട് 1 ആർട്ടിക്കിൾ 1 to 4 എന്നൊക്കെ എഴുതി വെച്ചേക്കണതാണ്. പാർട്ട് 2 എന്താണ്? 5 to 11 സിറ്റിസൺഷിപ്പിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സിറ്റിസൺഷിപ്പ്. പാർട്ട് 3 എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? നമ്മുടെ മൗലിക അവകാശങ്ങൾ. വാട്ട് ഈസ് പാർട്ട് 4? പാർട്ട് 4 ഡീൽസ് വിത്ത് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. ചോദിച്ചിട്ടുള്ളത് പാർട്ട് 4A ആണ്. വാട്ട് ഈസ് പാർട്ട് 4A? പാർട്ട് 4A പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ആഡ് ചെയ്ത ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഉത്തരം ഓപ്ഷൻ ഡി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 5 പിന്നെ യൂണിയൻ ഗവൺമെന്റ്, പാർട്ട് 6 സ്റ്റേറ്റ് ഗവൺമെന്റ്, അങ്ങനെ പോവും. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 10 പാർട്ടുകളെങ്കിലും ഓർത്തിരിക്കുക കേട്ടോ. ആദ്യത്തെ 10 പാർട്ടുകളെങ്കിലും ഓർത്തിരിക്കുക. അടുത്തത്, ആർട്ടിക്കിൾ 157 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് states which of the following qualifications to be fulfilled for a person to be appointed governor of a state. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 157 പ്രകാരം ഏത് സിറ്റിസനാണ് ഗവർണർ ആവാൻ പറ്റുക. നമ്മൾ ഓൾറെഡി ഇതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ എന്തിനാണ് ഈ ചോദ്യം വീണ്ടും എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാറ്റേൺ നിങ്ങൾ നോക്കുക. കുറേ കൂടെ ഒരു UPSC ലൈക്ക് ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതുന്ന GD പരീക്ഷയിൽ. UPSC സിമിലർ ചോദ്യങ്ങളാണ്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളാണ്. 2 സ്റ്റേറ്റ്മെന്റ്. ഹി ഓർ ഷീ ഷുഡ് ബി എൻ ഇന്ത്യൻ സിറ്റിസൺ, കറക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. 2, ഹി ഓർ ഷീ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 35 years of age, അതും കറക്റ്റാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾ നോക്കുക, 1 word മാത്രമല്ല ചോദിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. സോ യു ഷുഡ് നോ ദ കോൺസെപ്റ്റ്. ഫാക്റ്റ് മാത്രം പഠിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ 2ഉം കറക്റ്റാണ്, ബോത്ത് 1 and 2. 2, ഹൂ ബിക്കെയിം ദ സെക്കൻഡ് ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഇതിനോട് സിമിലർ ആയിട്ട് ചോദിക്കാൻ കാരണം ഗവർണറെ പറ്റിയുള്ള ഒരു സ്റ്റാറ്റിക് ചോദ്യമാണിത്. ഓക്കെ, ആർക്ക് ഗവർണർ ആവാം, വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ്. ഇത് പ്രസന്റ്ലി നടന്ന അപ്പോയിൻമെന്റുകളെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2019 ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ടെമ്പററി പ്രൊവിഷൻ എടുത്തു മാറ്റി അതിനെ വിഭജിച്ച് 2 യൂണിയൻ ടെറിട്ടറീസ്, 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. എന്തൊക്കെ? ഒന്ന് യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക്, ഒരു വലിയ യൂണിയൻ ടെറിട്ടറി. പിന്നെ യൂണിയൻ ടെറിട്ടറി ഓഫ് കാശ്മീർ, ഒരു ചെറിയ യൂണിയൻ ടെറിട്ടറി. ആ യൂണിയൻ ടെറിട്ടറി ഭരിക്കാനായിട്ട് പ്രസിഡന്റിന്റെ കീഴിൽ 2 ലെഫ്റ്റനന്റ് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്തു, ലഡാക്കിനും ജമ്മു ആൻഡ് കാശ്മീരിനും. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആയപ്പോൾ അതിന്റെ ആദ്യത്തെ ലെഫ്റ്റനന്റ് ഗവർണറായി വന്ന വ്യക്തിയാണ് ആര്? ഗിരീഷ് ചന്ദ്ര മുർമു. 2019 മുതൽ ഓഗസ്റ്റ് 2020 വരെയായിരുന്നു അദ്ദേഹം ജമ്മു ആൻഡ് കാശ്മീരിന്റെ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ ആയത്. ഗിരീഷ് ചന്ദ്ര മുർമുവിനെ നമ്മൾ നേരത്തെ എപ്പോഴും പറഞ്ഞല്ലോ, ആ പേര് ഓർമ്മയുണ്ടോ? എപ്പോഴാണ് പറഞ്ഞത്? ആർട്ടിക്കിൾ 148 പറഞ്ഞപ്പോൾ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. 2020 ഈ സ്ഥാനം ഒഴിഞ്ഞ് ഇദ്ദേഹം നേരെ ആയത് ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് ഇന്നും ഉള്ളതെന്ന്. രണ്ടാമത് ഈ ഗിരീഷ് ചന്ദ്ര മുർമു മാറിയപ്പോൾ രണ്ടാമത് അപ്പോയിന്റ് ചെയ്ത ദ സെക്കൻഡ് ലെഫ്റ്റനന്റ് ഗവർണറാണ് നമ്മളുടെ ചോദ്യം എന്താണ്? ശ്രീ മനോജ് സിൻഹ. ഹീസ് ദ ലെഫ്റ്റനന്റ് ഗവർണർ ടിൽ ഡേറ്റ്. ഇന്ന് വരേക്കും മനോജ് സിൻഹയാണ് ലെഫ്റ്റനന്റ് ഗവർണർ. ഗിരീഷ് ചന്ദ്ര മുർമുവിന് നമ്മൾ പറഞ്ഞു, രാധാകൃഷ്ണ മാത്തൂർ, പ്രഫുൽ പട്ടേൽ, ഇവരൊക്കെ ഇന്നും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ വഹിക്കുന്നവരാണ്. പ്രഫുൽ പട്ടേലൊക്കെ ഫ്രീക്വൻലി ന്യൂസിലുണ്ടായിരുന്നു. അത് ആരാണെന്ന് നോക്കുക, എന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഹൂ ഈസ് പ്രഫുൽ പട്ടേൽ, ഹൂ ഈസ് രാധാകൃഷ്ണ മാത്തൂർ. കേട്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Dashed amendment in the year 2020 of Indian Constitution extended the reservation of scheduled caste and scheduled tribes.
നമുക്കറിയാം ഭരണഘടന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് സാമുദായികമായി പിന്നോക്കം നിന്നിരുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്കും ഷെഡ്യൂൾഡ് ട്രൈബുകൾക്കും വേണ്ടത്ര സംവരണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് സംവരണം അല്ലെങ്കിൽ റിസർവേഷൻ സിസ്റ്റം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഉദ്ദേശം ആദ്യത്തെ 10-15 വർഷം കൊണ്ട് എല്ലാവർക്കും ഇന്ത്യയിൽ ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നിട്ട് ഈ സംവരണം എന്ന് പറയുന്ന സാധനം എടുത്തു കളയുക എന്നതായിരുന്നു. പക്ഷേ സംവരണം അല്ലെങ്കിൽ റിസർവേഷൻ എന്നൊരു പൊളിറ്റിക്കൽ ടൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറി മാറി വരുന്ന മന്ത്രിസഭകൾക്ക് സംവരണത്തിന് തൊടാൻ പേടിയാണ്. അതുകൊണ്ട് ഓരോ 10 വർഷം കൂടുന്നവരും ഒരു റിസർവേഷൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും. ഈ അടുത്തും ഒരു 10 വർഷത്തേക്ക് 2030 വരേക്ക് സംവരണം എക്സ്റ്റെൻഡ് ചെയ്തു. 2030 നിങ്ങൾക്ക് വേറൊരു വാർത്ത കാണാം. എന്താണ്? വേറൊരു അമെൻമെൻറ്റ് വഴി 2040 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത ആക്ട് അമെൻമെൻറ്റ് ഏതാണെന്നാണ്. ഇവർ തന്നിട്ടുള്ളതെല്ലാം 100-ന് പുറത്തേക്കുള്ള അമെൻമെൻറ്റുകളാണ്. 100-ന് ശേഷം ഇങ്ങോട്ടുള്ള ഇന്നിപ്പോൾ 106 വരെ ഉണ്ട്. ഓപ്ഷനിൽ ഒന്ന് 107 ഈ ചോദ്യം ചോദിച്ച സമയത്ത് 106 നിലവിൽ വന്നിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ബേസിക്കായിട്ട് അറിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് നേരെ ഓപ്ഷനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ഉത്തരം, എന്താണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് നമുക്ക് നോക്കാം. എന്താണ് 100ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്? 100ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പാസ്സായ വർഷം 2015 അന്ന് ഇന്ത്യയും ബംഗ്ലാദേശും കുറച്ച് ടെറിട്ടറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. കുറച്ച് ഇന്ത്യ അങ്ങോട്ട് കൊടുത്തു, കുറച്ച് ഇങ്ങോട്ട് വാങ്ങി. ഒരു സെറ്റിൽമെൻറ്റ്, ബോർഡർ ഡിസ്പ്യൂട്ടൊക്കെ ഒന്ന് ഒഴിവാക്കി ആ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി അതിന് ചെയ്ത അമെൻമെൻറ്റാണ് ഇത് 100ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്. 101 നിങ്ങൾ ആരും മറക്കാനിടയില്ല. എന്താണ് 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്? 2017 വന്ന 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് അമെൻമെൻറ്റാണ്? 101ാമത്തെ. ഏത് വർഷം? 2017. 102ാമത്തെ അമെൻമെൻറ്റ് വന്നത് 2018 എന്താ ചെയ്തത്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. നമുക്കറിയാം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഇവർക്കൊക്കെ നാഷണൽ കമ്മീഷൻ ഉണ്ട്. ദേ ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഭരണഘടനാ ബോഡികളാണ്. അങ്ങനെ ബാക്ക്വേർഡ് ക്ലാസ്സുകൾക്കും ഒരു നാഷണൽ കമ്മീഷൻ ഉണ്ടായിരുന്നു. അതിനെ ഭരണഘടനാ സ്റ്റാറ്റസ് കൊടുത്തു. ഇറ്റ് ബിക്കേം എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അണ്ടർ വിച്ച് അമെൻമെൻറ്റ്? 102nd അമെൻമെൻറ്റ്. 2 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു റിസർവേഷനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കേട്ടോളാം, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അതായത് മുന്നോക്ക വിഭാഗങ്ങളിൽ എക്കണോമിക്കലി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന റിസർവേഷൻ. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ 103rd അമെൻമെൻറ്റ് 2019. 104ാമത്തെ അമെൻമെൻറ്റ് 2020. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബുകൾക്ക് റിസർവേഷൻ, പൊളിറ്റിക്കൽ റിസർവേഷൻ കൊടുക്കുന്ന അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന അമെൻമെൻറ്റാണ് 104. എന്നാണ് 105? റീസ്റ്റോറിംഗ് ദ പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു ഐഡൻറ്റിഫൈ OBCs. ഒരു സ്റ്റേറ്റിലെ OBCകൾ ആരൊക്കെയാണ് എന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം സ്റ്റേറ്റുകൾക്ക് തന്നെ റീസ്റ്റോർ ചെയ്തുകൊണ്ട്, അത് കേന്ദ്രത്തിനല്ല സംസ്ഥാനങ്ങൾക്കാണ് എന്ന് പറയുന്ന അമെൻമെൻറ്റാണ് ഇത് 105. ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ന് ഈ നിമിഷത്തിലെ ഏറ്റവും അവസാനത്തെ ഏറ്റവും അപ്ഡേറ്റഡ് അമെൻമെൻറ്റ് ഏതാണ്? 106. 106-ന് അപ്പുറം പോയിട്ടില്ല. 106ാമത്തെ അമെൻമെൻറ്റ് പാസ്സായത് 2023 എന്ത്? വിമൻസ് റിസർവേഷൻ. സ്ത്രീകൾക്ക് ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും രാജ്യസഭയിലും മറ്റും ഇത്ര 1/3 റിസർവേഷൻ വരും. നിലവിൽ വന്നിട്ടില്ല. ഇറ്റ് വിൽ ടേക്ക് മേ ബി അനദർ 5 or 10 years. പക്ഷേ സ്ത്രീകളുടെ റിസർവേഷനെ പറ്റി ഡീൽ ചെയ്യുന്നതാണ് ഇത് 106ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ന് 106 വരെയാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? 106 എന്ന് പറഞ്ഞു, 107 വന്നിട്ടില്ല എന്ന് പറഞ്ഞു, 105 എന്താണെന്ന് നമ്മൾ പറഞ്ഞു, OBCകളെ സ്റ്റേറ്റിന് സെലക്ട് ചെയ്യാനുള്ള പവർ. 104 എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഉത്തരം ഓപ്ഷൻ D. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് കമ്മിറ്റീസ്. ചില പൊളിറ്റിക്കൽ കമ്മിറ്റീസ് ഉണ്ടാവും. ആ കമ്മിറ്റികളുടെ ഉദ്ദേശം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ് എന്നും ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യമാണ്. ദ ഡാഷ് കമ്മിറ്റി വാസ് സെറ്റപ്പ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് അബൌട്ട് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു എമർജൻസി നടക്കുന്ന സമയത്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നൊരു സാധനം വന്നത്. 1976 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണെന്ന് പറഞ്ഞു. അത് കൊണ്ടുവരണമെങ്കിൽ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് കൊണ്ടുവന്നതെന്ന് പറയാമല്ലോ. അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്ത് അന്ന് ഇന്ദിരാഗാന്ധിയുടെ സംയുക്ത മിനിസ്റ്റർ ആയിരുന്ന ആരാണ്? സ്വരൺ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ലീഡ് ചെയ്തിരുന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് എന്ത് റെക്കമെൻഡ് ചെയ്തത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. സോ സ്വരൺ സിംഗ് കമ്മിറ്റി ഓഫ് 1976 ഈസ് അവർ ആൻസർ. 2, ഇതേ ചോദ്യം വേറൊരു ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കുക. വേറെ രീതിയിലേക്ക് മാറ്റി ചോദിച്ചു. The second constitution amendment was made according to the recommendation of. അതായത് it is not mentioning fundamental duties. It is mentioning 42nd Constitution Amendment Act.
നിങ്ങൾക്ക് ആ ഒരു വാക്കുകൾക്കിടയിലുള്ള ആ ഒരു ട്രിക്ക് മനസ്സിലായോ? ഇതിൽ ഒരു അമെൻമെന്റിനെ പറ്റിയും ചോദിക്കുന്നില്ല. ഏത് കമ്മിറ്റി പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? ഇതിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നൊരു കാര്യം പറയുന്നില്ല. ഏത് കമ്മിറ്റി പ്രകാരമാണ് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്? രണ്ടിന്റെയും ഉത്തരം ഒന്നാണ്. എന്ത്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് മറ്റ് ചില കമ്മിറ്റികളുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ബൽവന്ത് റായ് മെഹ്ത്ത, വളരെ പഴയൊരു കമ്മിറ്റിയാണ്. 1957 അന്നത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ വർക്കിംഗ് ഫംഗ്ഷനിങ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് പഠിക്കാൻ വേണ്ടി അന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ സമയത്ത് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മെഹ്ത്ത. ഇവരാണ് ആദ്യമായിട്ട് എന്ത് സജസ്റ്റ് ചെയ്തത്? പഞ്ചായത്തി രാജ് സിസ്റ്റം, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര വികേന്ദ്രീകരണം എന്നുള്ള കോൺസെപ്റ്റ് മെൻഷൻ ചെയ്തതാണ് ബൽവന്ത് റായ് മെഹ്ത്ത. രണ്ട്, സ്വാമിനാഥൻ കമ്മീഷൻ. നമുക്കറിയാം എം എസ് സ്വാമിനാഥൻ, അദ്ദേഹം അഗ്രികൾച്ചർ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇറ്റ് വാസ് എ നാഷണൽ കമ്മീഷൻ ഓൺ ഫാർമേഴ്സ്, 2004. മൂന്ന്, ബിബേക് ദെബ്രോയ് കമ്മിറ്റി, അത്യാവശ്യം പുതിയ കമ്മിറ്റിയാണ്, 2014 കൊടുത്തത്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇന്ത്യൻ റെയിൽവേസിനെ റീസ്ട്രക്ചർ ചെയ്യുക, റീസ്ട്രക്ചറിങ് ഓഫ് ഇന്ത്യൻ റെയിൽവേസ്. അതാണ് ബിബേക് ദെബ്രോയ് കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1976. അടുത്തത് അഭിജിത്ത് സെൻ കമ്മിറ്റി, 2007. അതും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ഈ അഗ്രികൾച്ചർ കമ്മോഡിറ്റിക്ക് നമ്മൾ ഒരു ഇത്ര പ്രൈസ് ഇടും, എന്നിട്ട് അതിന് മിനിമം എമൗണ്ട് കൊടുത്തതിനെ വാങ്ങിക്കും ഗവൺമെന്റ്. നിങ്ങൾ MSP എന്ന് കേട്ടിട്ടുണ്ടാവും, മിനിമം സപ്പോർട്ട് പ്രൈസ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് കമ്മിറ്റിയാണ് അഭിജിത്ത് സെൻ കമ്മിറ്റി. അടുത്ത ഓപ്ഷനാണ് ഇത് അജിത് കുമാർ കമ്മിറ്റി. അജിത് കുമാർ കമ്മിറ്റി ആർമി പേ സ്കെയിൽ, ആർമിയിലെ പല പൊസിഷനുകളിൽ പല പേയ്മെൻറ്റ്, ആ പേ സ്കെയിലിനെ പറ്റി പഠിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്തതാണ് അജിത് കുമാർ കമ്മിറ്റി. ആബിദ് ഹുസൈൻ കമ്മിറ്റി ഓൺ സ്മോൾ എൻ്റർപ്രൈസസ്, നമ്മളിപ്പോൾ പറയില്ലേ MSMEs, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയില്ലേ. അപ്പോൾ അവരുടെ ഫംഗ്ഷനിങ് എങ്ങനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം, അവരെ എങ്ങനെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യിക്കാം, ഇന്ത്യയുടെ GDPയിൽ അവർക്ക് എങ്ങനെ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കാം, അവരുടെ റോൾ എങ്ങനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനാണ് ആ കമ്മിറ്റി രൂപം കൊണ്ടത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഏകദേശം ഒരു 40ഓളം ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിയിലെ മറ്റുള്ള ചോദ്യങ്ങൾ അടുത്ത 1 അല്ലെങ്കിൽ 2 ക്ലാസ്സിൽ നമ്മൾ കാണുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിയായ രീതിയിലാണ് പോകുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒരു ഫ്രീ കോഴ്സ് രൂപേണ GDയിൽ ഇങ്ങനെ സീരീസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഈ കണ്ടന്റ് കാണുക. ഹെൽപ്ഫുൾ ആണെങ്കിൽ മാത്രം, നമുക്ക് ഉറപ്പാണ് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.